ഈശ്വര നിശ്ചയം സഫലമാകട്ടെ. സഫലമാകും, ആകണം. കാരണം നമ്മുടെ പതിദേവൻ വാക്ക് പാലിക്കുന്നവനാണ്. കൊടുത്ത വാഗ്ദാനം, അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ നമുക്കെന്തവകാശം? ധർമ്മരക്ഷകനാണ് ദേവകി നമ്മുടെ പതിദേവൻ. അറിയില്ലേ ആ മഹാത്മാവിന്റെ ജന്മവൃത്താന്തം? അദ്ദേഹത്തിന്റെ ജനന സമയത്ത് ദേവകൾ ആകാശവീതിയിൽ നിന്നും ആനകദുന്ദുബി വാദ്യങ്ങൾ മുഴക്കിയത്രേ. അതുകൊണ്ടാണ് ജ്ഞാനികൾ ആ മഹാത്മാവിനെ ആനകദുന്ദുബി എന്ന് വിശേഷിപ്പിക്കുന്നത്. ത്യജിക്കേണ്ടവരെ ഗർഭത്തിൽ പേറേണ്ടവളെങ്കിലും മനസ്സിൽ അതോർത്ത് വിഷാദമരുത് ഒരിക്കലും. സദാ പ്രസരിപ്പോടെ ഇരിക്കണം. മനസ്സിൽ സദാപി നാമജപവും നല്ലതേ വരുത്തൂ ഭഗവാൻ. മാഗന്ധങ്ങൾ തളിരണിഞ്ഞ് ഫലസമൃദ്ധിയാൽ നിറയുന്നത്ര വേഗത്തിൽ ആ മുഹൂർത്തം സമാഗതമായി. ദേവകീദേവി പ്രഥമ സന്താനത്തിന് ജന്മം നൽകുന്ന മുഹൂർത്തം. വസുദേവർ വാക്കുപാലിക്കേണ്ടുന്ന മുഹൂർത്തം. കംസൻ എന്തു ചെയ്യും ആ കുഞ്ഞിനെ? ചിന്തകളാവിധം വസുദേവ ദേവകീ ചിത്തങ്ങളെ ആകുലമാക്കിക്കൊണ്ടേയിരുന്നു. കംസൻ അപ്പോഴും ആസുരത്വത്തിന്റെ കരുക്കൾ നീക്കിക്കൊണ്ടു. പോട്ടരശ്. കുത്തിയരശ്. അത് നീക്കാൻ നമുക്കിത് മതി. വെറും ഒരു ഉന്തിയരശ്. ഇഷ്ടരശ്. ഞാൻ എപ്പോഴും ജയിക്കുക ഇഷ്ടരശിലൂടെയാ. അത് നടക്കില്ല. ഇതാ ഒരു വെച്ചരശ്. മതി, ഞാൻ അടിയറവ് പറഞ്ഞു. മഗധാധിപനായ ജരാസന്ധപുത്രിക്ക് എന്നും ഇതുതന്നെയാണല്ലോ വിധി. നമ്മോട് അടിയറവ് പറയൽ. ബാന്ധവത്തിന് സമ്മതിക്കുമ്പോ വധു ചതുരംഗത്തിൽ നിപുണയായിരിക്കണം എന്നൊരു വ്യവസ്ഥ വെച്ചില്ലല്ലോ അങ്ങ്. ചോദ്യത്തിലെ ഫലിതം നന്നായി. ഒരു തരത്തിൽ നേരത്തെ ചതുരംഗം അഭ്യസിക്കാതിരുന്നത് നന്ന്. നമുക്ക് പഠിപ്പിച്ചു തരാനായല്ലോ ഒരു വിദ്യ. അതുകൊണ്ട് മധുവിധ കാലത്തിന് ഇത്തിരി മാധുര്യവും കൂടി, ഇല്ലേ? ഒറ്റയ്ക്ക് അല്ലെങ്കിൽ പത്നി സമേതം, അത്രയുള്ളൂ നമ്മുടെ ചതുരംഗ താല്പര്യം. ഒരു തരത്തിൽ ഭാര്യയോടൊത്ത് ആടേണ്ട കേളി തന്നെയാണ് ചതുരംഗം. ഒരു ഭാര്യ തന്നെയാണ് ഈ സുന്ദര വിനോദം സൃഷ്ടിച്ചതും. ആരെന്നറിയില്ല അല്ലേ? പറയാം. രാവണപത്നി. ലങ്കേശനായ രാവണന് യുദ്ധം ചെയ്യാത്ത നാളുകൾ സങ്കല്പിക്കാനേ കഴിഞ്ഞിരുന്നില്ല. എന്നും യുദ്ധം, കർണപുടങ്ങളിൽ എന്നും പോർവിളി നാദം. അതായിരുന്നു ഇഷ്ടം, നമ്മെപ്പോലെ. പക്ഷേ എന്നും ആരോട് യുദ്ധം ചെയ്യാൻ? അതുകൊണ്ട് യുദ്ധമില്ലാത്ത നാളുകളിൽ അസ്വസ്ഥനായിരുന്നു രാവണപ്രഭു. ആ മനസ്സ് പത്നി മണ്ഡോദരി വായിച്ചറിഞ്ഞു. ഭർത്താവിന്റെ യുദ്ധതൃഷ്ണയെ തൃപ്തിപ്പെടുത്താൻ മണ്ഡോദരി ചമച്ചതാണത്രേ
ചതുരംഗ വിനോദം. രാവണ മാഹാത്മ്യം സൂതർ പൊലിപ്പിച്ച് ആ കഥ പാടുന്നത് ബാല്യത്തിൽ നാം കേട്ടിട്ടുണ്ട്. അന്നേ മനസ്സിൽ ഉറപ്പിച്ചതാണ് രാവണതുല്യം ചതുരംഗലീല. കഥ അറിയാനായതിൽ സന്തോഷം. സത്യത്തിൽ എനിക്കിഷ്ടമാണിപ്പോ അങ്ങയോട് ചതുരംഗമാടാൻ, തോൽക്കാൻ, അടിയറവ് പറയാൻ. അസ്ഥിയെപ്പോലല്ല നീ, കേമത്തി.